ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. നമസ്കാരം. ഇന്ന് നമ്മൾ അധ്യായം 4 തുടങ്ങാണ്. 3 അധ്യായങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി 4-മത്തെ. അതിൻ്റെ പേര് ജ്ഞാനകർമ്മ സന്യാസ യോഗം. അതിൽ മുൻ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കർമ്മയോഗത്തിൻ്റെ തത്വങ്ങൾ കൂടുതലായിട്ട് ഇതിൽ വിശദീകരിക്കുകയും പിന്നെ ഇതിലുള്ളത് അവതാര തത്വം, ചാതുർവർണ്ണ്യം, കർമാകർമ്മങ്ങളുടെ രഹസ്യം, യജ്ഞത്തിൻ്റെ പ്രയോജനം മുതലായവയൊക്കെ വിവരിക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ. ഈശ്വര സാരൂപ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ അറിവിൻ്റെയും തികവ് എന്ന് പറയുന്നത്. ഈശ്വര സാരൂപ്യമാണ് എല്ലാ അറിവിൻ്റെയും തികവ്. നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ഇവിടെ ഉള്ളത് തന്നെയാണ്. പ്രപഞ്ചത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പൈതഗോറസ് സിദ്ധാന്തം, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എല്ലാം മുന്നേ ഉള്ളതാണ്. എല്ലാ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഇതിൽ പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ 2 തരത്തിലും നമുക്ക് മനസ്സിലാക്കണ പോലെയാണ് ഇതിൽ ശ്ലോകങ്ങളും അതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാപഞ്ചിക തലത്തിലാണെങ്കിൽ യാദവ കൃഷ്ണൻ ഈ ആത്മസ്വരൂപം ആയിട്ട് നമുക്ക് അറിവുകൾ പകർന്നു തരികയാണ്. കൃഷ്ണനാണ് നമുക്ക് അറിവുകൾ പകർന്നു തരുന്നത്. നേരെ മറിച്ച് താത്വിക തലത്തിൽ അങ്ങനെയല്ല. അർജുനൻ്റെ ഉള്ളിൽ ഈശം ആണ് അറിവുകൾ തരുന്നത്. ഇങ്ങനെ 2 തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈശം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്താണ് ഈ ഭൗതിക തലത്തിലെ കൃഷ്ണൻ നമ്മളോട് സംസാരിക്കുന്നത്. കൃഷ്ണൻ ആത്മസ്വരൂപത്തെ നേരിട്ട് അറിഞ്ഞ ആളാണ്. എല്ലാ ആത്മസ്വരൂപത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് അത് പ്രാപഞ്ചിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ഈ ഭഗവത്ഗീത. നേരെ മറിച്ച് അർജുനൻ്റെ ഉള്ളിലെ ഈശമാണ് നമ്മൾ താത്വിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് നമുക്ക് 3 ശ്ലോകങ്ങൾ നോക്കാം. 1, 2, 3. അപ്പോൾ 1-മത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്യാഗവേ അബ്രവീത്. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ അർത്ഥം നോക്കാം. വാക്കുകളുടെ അർത്ഥം: അവ്യയം ഇമം യോഗം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതായിട്ടുള്ള ഈ യോഗത്തെ, അഹം വിവസ്വതേ പ്രോക്തവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സൂര്യനെ ഉപദേശിച്ചു, വിവസ്വാൻ മനവേ പ്രാഹ എന്ന് പറഞ്ഞാൽ സൂര്യൻ മനുവിനെ ഉപദേശിച്ചു, മനു ഇക്ഷ്വാകവേ അബ്രവീത് എന്ന് പറഞ്ഞാൽ മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. അപ്പം ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. വാക്കുകളുടെ അർത്ഥം ഇത്രയാണ്. നാശരഹിതമായിട്ടുള്ള യോഗത്തെ ആദ്യം ഭഗവാൻ പറയാണ്, അർജുനനോട് പറയാണ്, ഈ കർമ്മയോഗത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാശരഹിതമായിട്ടുള്ള ഈ കർമ്മയോഗത്തെ ആദ്യം ഞാൻ സൂര്യനാണ് ഉപദേശിച്ചത്. സൂര്യൻ സ്വന്തം പുത്രനായിട്ടുള്ള മനുവിനെ അത് ഉപദേശിച്ചു. മനു ആവട്ടെ തൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിനും അത് ഉപദേശിച്ചു കൊടുത്തു. മിക്കവാറും മറഞ്ഞാണ് ഈ അറിവുകൾ മുഴുവൻ മറഞ്ഞാണ് കിടപ്പെങ്കിലും എല്ലാ സൃഷ്ടികളിലും അറിവുണ്ട്. സൂര്യനാണ് ഭൂമിയിലെ എല്ലാ സൃഷ്ടികളുടെയും കാരണക്കാരൻ എന്നതിനാൽ സൂര്യനാണ് ആദ്യം പറയുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ കർമ്മയോഗവും സൂര്യനിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് പറയുന്നത്. മനുഷ്യന് പകർന്നു കിട്ടിയ ഈ അറിവ് അവൻ തൻ്റെ തലമുറകളിലേക്ക് കൈമാറി. അതായത് സൂര്യൻ ഉപദേശിച്ചിട്ട് സൂര്യൻ മനുവിനെ, മനു ഇക്ഷ്വാകുവിനെ ഇത്രയൊക്കെ ഉപദേശിച്ച് ഇങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ പോയി തുടങ്ങി. പിന്നെ അത് എവിടെയോ വെച്ചിട്ട് അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. താത്വികമായിട്ട് പറയുമ്പോൾ ഇതിനെ താത്വികമായിട്ട് നമ്മളെങ്ങനെയാണ് പറയുക? തടസ്സങ്ങൾ നീങ്ങിയാൽ ആത്മാവിൽ നിന്ന് ബുദ്ധിയിലൂടെ മനസ്സിലേക്ക് ഈ അറിവ് വ്യാപരിക്കുന്നു എന്നാണ് പറയുന്നത്. താത്വികമായിട്ട് പറയാട്ടോ. തടസ്സങ്ങളൊക്കെ നീങ്ങിയാൽ ആത്മാവിൽ നിന്ന് ബുദ്ധിയിലൂടെ മനസ്സിലേക്ക് ഈ അറിവ് വ്യാപരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ. മറ്റേ പ്രാപഞ്ചിക തലത്തിൽ പറയുന്നതാണ് സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് എവിടെയോ വെച്ച് അത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദു സകാലേ നേഹ മഹതാ യോഗോ നഷ്ടപരം തപ. വാക്കുകളുടെ അർത്ഥം നോക്കാം. പരന്തപ അർജുന,
ഏവം പരമ്പരാപ്രാപ്തം ഇപ്രകാരം പരമ്പരയായിട്ട് ഉപദേശിക്കപ്പെട്ട ഇമം രാജർഷയ വിദു ഈ യോഗത്തെ രാജർഷികൾ അറിഞ്ഞിരുന്നു. ഈ രാജർഷികൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് രാജാക്കന്മാരൊക്കെ ഋഷിമാരും കൂടിയായിരുന്നു. അതാണ് ഈ രാജർഷികൾ എന്ന് പറയുന്നത്. സ യോഗ മഹതാ കായേന ആ യോഗം വളരെ കാലം കൊണ്ട് ഇഹ നഷ്ട ഇവിടെ നഷ്ടമായി. അല്ലയോ അർജുന, എൻ്റെ അതാണ് പറയുന്നത് വ്യാഖ്യാനം. അല്ലയോ അർജുന, ഭഗവാൻ വീണ്ടും പറയാണ്, ഇപ്രകാരം പരമ്പരാഗതമായിട്ടുള്ള ഈ യോഗത്തെ, ഈ കർമ്മയോഗത്തെ രാജർഷികൾക്ക് അറിവുണ്ടായിരുന്നു. ആ യോഗം കാലക്രമേണ ഈ ലോകത്തിൽ നഷ്ടമായി എന്നാണ് പറയുന്നത്. യോഗ എന്നുള്ള ശബ്ദത്തിന് പരമമായിട്ടുള്ള അറിവിനോട് ചേർന്നിരിക്കൽ അല്ലെങ്കിൽ യോജിക്കൽ, ശ്രുതിയും താളവും ചേരൽ, ലയിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഈ യോഗ ശബ്ദത്തിന് യോഗം എന്നുള്ളതിന് ഒറ്റ അർത്ഥം മാത്രമല്ല, ഈ എന്താ പറയുക, അറിവിനോട് ചേർന്നിരിക്കൽ, അതിനോട് യോജിക്കൽ, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും ഈ വാക്കിനുണ്ട്. യോഗവിദ്യ എന്നാൽ എന്താ, പ്രപഞ്ചാധാരമൊക്കെ ആയിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള വിദ്യയാണ് ഈ യോഗവിദ്യ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള വിദ്യയാണ് യോഗവിദ്യ എന്ന് പറയുന്നത്. ഋഷികൾ കൂടി ആയിരുന്നു പഴയ രാജാക്കന്മാർ. ഇപ്പം നമ്മൾ ജനക മഹാരാജാവ് കേട്ടിട്ടില്ല, അദ്ദേഹമൊക്കെ ഒരു ഋഷിയായിരുന്നു, രാജർഷിയാണ്. രാജർഷി ജനകൻ എന്നല്ലേ പറയാറ്. ഋഷികളായിരുന്നതിനാൽ അവർക്കിതെല്ലാം അറിഞ്ഞിരുന്നു. അവർ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. രാജാക്കന്മാർ, അതായത് ഭരണാധികാരികൾ ഋഷികളല്ലാതായി മാറിയതോടെ രാജാധികാരം ദുഷിച്ചു പോവാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. പരമമായ അറിവിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഋഷിമാരോ ഈ ഭരണാധികാരികളൊന്നും രാജർഷികളും അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിദ്യകളൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ആർക്കും അറിയാത്തൊരവസ്ഥയുണ്ട്. ശരിക്കും പരമമായ ആ അറിവിൽ നിന്ന് മനുഷ്യർ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ വേറൊരു തരത്തിൽ ഇതിനെ പറയാൻ ഈ മറവി കൊണ്ട്, ഇത് അറിയാഞ്ഞത് കൊണ്ട് അധികാരം ദുഷിച്ചു പോയി എന്നും വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഈ പുണ്യമായിട്ടുള്ള ഈ അറിവ് മറന്നു പോയതുകൊണ്ട് മനുഷ്യർ ദുഷിച്ചു, അധികാരമൊക്കെ ദുഷിച്ചു എന്നും ഇതിനർത്ഥാക്കാം. മൂന്നാമത്തെ, സ ഏവായം മയാ തേ അദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോ അസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. മൂന്നാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥം ത്വം മേ ഭക്ത സഖ ച അസി ഇതി എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഭക്തനും സഖാവുമാകുന്നു എന്നതുകൊണ്ട്. പുരാതന സ അയം യോഗ എന്ന് പറഞ്ഞാൽ പുരാതനമായ ഈ യോഗ, അദ്യതേ യോ പ്രോക്ത ഈ യോഗത്തെ, അതൊരുമിച്ച് പറയാം. പുരാതന സ അയം യോഗ അദ്യതേ മയ പ്രോക്ത പുരാതനമായ ഈ യോഗത്തെ തന്നെ ഇപ്പോൾ നിനക്കായിട്ട് ഞാൻ ഉപദേശിച്ചു തന്നു അങ്ങനെ ഭഗവാൻ പറയേണ്ടതാണ്. ഹി ഏതത് രഹസ്യം ഉത്തമം എന്തെന്നാൽ ഇത് രഹസ്യവും ഉത്തമവുമാകുന്നു എന്നാണ് അർത്ഥം. ഇനി അതിൻ്റെ വ്യാഖ്യാനം ഭഗവാൻ പറയാണ്, നീ എൻ്റെ ഭക്തനും സഖാവുമാണെന്നതുകൊണ്ട് ഈ പരമമായിട്ടുള്ള യോഗത്തെ ഇപ്പോൾ നിനക്കായിട്ട് ഞാൻ ഉപദേശിച്ചു തന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് രഹസ്യവും ഉത്തമവുമാകുന്നു. ഈശ്വരനിലേക്ക് ഉണരാൻ 2 ഗുണങ്ങളാണ് അത്യാവശ്യമെന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഭക്തിയും സൗഹൃദഭാവവും. ഈശ്വരനോട് ഭക്തിയും വേണം, സൗഹൃദവും വേണം. ഈ 2 മാർഗങ്ങളാണ് ഉള്ളത്. ഭക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, സൗഹൃദമോ വേറിട്ടല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ, ഈശ്വരനും ഞാനും വേറെ അല്ല എന്നുള്ള ഒരു സൗഹൃദഭാവം, അതാണ് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. പേടിച്ചിട്ടോ ഈശ്വരൻ അന്യനാണെന്ന് കരുതി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആരാധിച്ചിട്ട് ഒരു ഫലമില്ലെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഉത്തമമായിട്ടുള്ള ഭക്തി വേണം, അതായത് പൂർണ്ണ സമർപ്പണം. അല്ലെങ്കിലോ ഈശ്വരനും ഞാനും വേറെ അല്ല, അന്യാന്ന് കരുതരുത് ഒരിക്കലും. ഒരു സുഹൃത്തിനെ പോലെ ഈശ്വരനെ കരുതുക. അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയുള്ളൂ. ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അറിവിന്, അതായത് ഈശ്വരന്. അതെപ്പോഴും ഒരു സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ച പോലെയാണ് ഉണ്ടാവുക. നമുക്ക് പെട്ടെന്നൊന്നും അത് കിട്ടില്ല.
അതിനെ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ ശ്രമിച്ച് നമ്മൾ പരിക്ഷീണരാകും, നമുക്കൊന്നും വയ്യ ഇനി മാർഗ്ഗമില്ല എന്ന് വരുമ്പോൾ ഈശ്വരൻ എന്താ ചെയ്യുക, സ്വയം വെളിപ്പെടുത്തും നമ്മുടെ മുന്നിൽ. അങ്ങനെ മാത്രമേ ഈശ്വരനെ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാതെ യാതൊരു കുറുക്കു വിദ്യകളും നിലവിലില്ല എന്നാണ് ഇതിൻ്റെയൊക്കെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് നാളെ നോക്കാം. നാളെയല്ല, അടുത്ത ദിവസം. നന്ദി.